വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാദമി. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇംപ്ലാന്റേഷൻ എന്നുള്ള പ്രോസസ്സ് വരെ പറഞ്ഞു. ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രിൻ വോളിൽ അറ്റാച്ച് ചെയ്യുന്നതും കോറിയോണിക് വില്ലൈ ഫോം ചെയ്യുന്നതും പ്ലാസന്റ ഫോം ചെയ്യുന്നതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പ്ലാസന്റയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് പ്ലാസന്റ എന്ന് പറഞ്ഞാൽ? പ്ലാസന്റ ഈസ് ദ ഫിസിയോളജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് ഫീറ്റസ്. അല്ലെ, അതായത് മദറും ഫീറ്റസും തമ്മിലുള്ള ഒരു ഫിസിയോളജിക്കൽ കണക്ഷനാണ് പ്ലാസന്റ എന്ന് പറയുന്നത്. അതായത് മദർ കുഞ്ഞിന്, നമുക്കറിയാം ഫീറ്റസ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ കുഞ്ഞിന് ന്യൂട്രിയൻസും അതുപോലെ തന്നെ ഓക്സിജൻ ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ആ കുഞ്ഞിന് ന്യൂട്രിയൻസ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നതും ഒക്കെ പ്ലാസന്റയിലാണ്. മദറിന്റെ ബോഡിയിൽ നിന്നും അല്ലെങ്കിൽ മദർ ഇൻഹേൽ ചെയ്യുന്ന ഓക്സിജൻ കുഞ്ഞിലേക്ക് കിട്ടുന്നത് പ്ലാസന്റ വഴിയാണ്. അതുപോലെ തന്നെ മദർ കഴിക്കുന്ന ആഹാര സാധനങ്ങളും അതിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ, ഗ്ലൂക്കോസ് പോലുള്ള ന്യൂട്രിയൻസ് ഒക്കെ കുഞ്ഞിന് കിട്ടുന്നതൊക്കെ പ്ലാസന്റ വഴിയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്ലാസന്റ കുഞ്ഞിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു, അംബിലിക്കൽ കോഡ് ഉണ്ട് അല്ലേ? ഇതാണ് പ്ലാസന്റ എന്ന് പറയുന്നത്, പ്ലാസന്റയാണ്. ദെൻ ഇതാണ് ഫീറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫീറ്റസ് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു അംബിലിക്കൽ കോഡ് ഉണ്ട്. ആ അംബിലിക്കൽ കോഡ് വഴിയാണ് പ്ലാസന്റയിൽ നിന്നും ഓക്സിജനും അതുപോലെ തന്നെ അതർ ന്യൂട്രിയൻസും ഒക്കെ കുഞ്ഞിലേക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ബോഡിയിൽ മെറ്റബോളിക് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി വേസ്റ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഇതേ കാർബൺ ഡയോക്സൈഡും ഇതേ മെറ്റബോളിക് വേസ്റ്റുകളും കുഞ്ഞ് റിമൂവ് ചെയ്യുന്നതും പ്ലാസന്റയുടെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ഫിസിയോളജിക്കൽ കണക്ഷനാണ് പ്ലാസന്റ എന്ന് പറയുന്നത്. ഇനി പ്ലാസന്റയുടെ മറ്റു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, പ്ലാസന്റ ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊഡ്യൂസസ് സെവറൽ ഹോർമോൺസ്. എൻഡോക്രൈൻ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് പ്രൊഡ്യൂസസ് സെവറൽ ഹോർമോൺസ് ലൈക്ക് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HCG എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ, HPL, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ, അതുപോലെ ഈസ്ട്രോജൻ, പ്രൊജസ്റ്റോജൻ പോലുള്ള ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാസന്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളുടെ പേരാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജനെ സെക്രീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ, പ്ലാസന്റൽ ലാക്ടോജന്റെ ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് കുഞ്ഞിന് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ലാക്ടോജൻ എത്തിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ കുഞ്ഞിന് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോണാണ് പ്ലാസന്റൽ ലാക്ടോജൻ എന്ന് പറയുന്നത്. ദെൻ ഈസ്ട്രോജന്റെയും പ്രൊജസ്റ്റോജന്റെയും ഒക്കെ ഫംഗ്ഷൻ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ എന്ന് പറയുന്നത് റിലാക്സിൻ ആണ്. പ്ലാസന്റ സെക്രീറ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ, മറ്റൊരു ഹോർമോണിന്റെ പേരാണ് റിലാക്സിൻ എന്ന് പറയും. റിലാക്സിൻ എപ്പോഴാണ് പ്ലാസന്റ സെക്രീറ്റ് ചെയ്യുന്നത്? അതായത് ഫീറ്റൽ ഡെവലപ്മെന്റ് തുടങ്ങുന്ന സമയത്തല്ല സെക്രീറ്റ് ചെയ്യുന്നത്. റിലാക്സിൻ സെക്രീറ്റ് ചെയ്യുന്നത് ഇൻ ദ ലേറ്റർ ഫേസ് ഓഫ് പ്രഗ്നൻസി ആണ്. പ്രഗ്നൻസിയുടെ അവസാന നാളുകളിൽ ആണ് റിലാക്സിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് റിലാക്സിൻ ഈസ് ഓൾസോ സെക്രീറ്റഡ് ബൈ ഓവറി. അതുപോലെ തന്നെ റിലാക്സിനെ ഓവറിയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? ഇനി HCGയിലെയും HPL റിലാക്സിൻ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ വുമൺ ഓൺലി ഡ്യൂറിങ് പ്രഗ്നൻസി. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, HCG ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, അതുപോലെ തന്നെ ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ, അതുപോലെ റിലാക്സിൻ എന്ന് പറയുന്ന ഈ 3 ഹോർമോണുകൾ സ്ത്രീകളിൽ സെക്രീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഓൺലി ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസിയുടെ സമയത്ത് മാത്രമാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇൻ അഡീഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി ലെവൽ ഓഫ് അതർ ഹോർമോൺസ്. അതുകൂടാതെ പ്രഗ്നൻസിയുടെ ആ കാലഘട്ടത്തിൽ മാത്രമായിട്ട് മറ്റു ചില ഹോർമോണുകളുടെ സെക്രീഷനും അളവും കൂടുന്നുണ്ട്. അതായത് ഈസ്ട്രോജൻ, പ്രൊജസ്റ്റോജൻ, കോർട്ടിസോൾ, പ്രൊലാക്റ്റിൻ, തൈറോയ്ഡ് ഹോർമോൺ, അങ്ങനെയുള്ള ഹോർമോൺസിന്റെയും കൂടെ സെക്രീഷൻ പ്രഗ്നൻസിയുടെ സമയത്ത് നോർമൽ കാലഘട്ടത്തിനേക്കാൾ, സാധാരണ സമയത്തിനേക്കാൾ കൂടുതൽ ആയിട്ട് ഇത്തരം ഹോർമോണുകൾ, കോർട്ടിസോളും പ്രൊലാക്റ്റിൻ പോലുള്ള, തൈറോയ്ഡ് ഹോർമോൺ പോലുള്ള ഹോർമോൺസ് പ്രഗ്നൻസിയുടെ സമയത്ത് മാത്രമായിട്ട് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹോർമോൺസിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ബോഡിയിൽ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫീറ്റൽ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം ഹോർമോണുകൾ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞു, ഇനി നമ്മൾ ഇംപ്ലാന്റേഷൻ സംഭവിച്ചു, ഇന്നർ സെൽ മാസ് ചേർത്തിരിക്കുന്നു, പ്ലാസന്റ ഫോം ചെയ്തു. അതിനുശേഷം ഈ ഇന്നർ സെൽ മാസ് ആണ് ഓർഗനോജെനസിസ് എന്നുള്ള ഒരു ഫോമിലേക്ക് മാറുന്നത്. അതായത് ഓർഗനോജെനസിസ് എന്ന് പറഞ്ഞാൽ ആ ഇന്നർ സെൽ മാസുകൾ കൂടിച്ചേരുകയും എൻഡോടെയും എക്ടോടെയും മീസോടെയും ആവുകയും പുതിയ ടിഷ്യൂസ് ഉണ്ടാവുകയും അതിൽ ഓർഗൻസ് ഉണ്ടാവുകയും ചെയ്തു. അതായത് ആ ഫീറ്റസിലെ ഓർഗൻസ്, ആ കുഞ്ഞിന് അവയവങ്ങൾ അല്ലെങ്കിൽ ഓർഗൻസ് ഫോം ചെയ്യുന്ന സ്റ്റെപ്പാണ് അടുത്തതായിട്ട് സംഭവിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത്
പ്രഗ്നൻസി എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്, അതായത് പ്രഗ്നൻസി സംഭവിക്കുന്ന അല്ലെങ്കിൽ ഗസ്റ്റേഷൻ പീരിയഡിലാണ്, ഗസ്റ്റേഷൻ പീരിയഡിന്റെ ഓരോരോ കാലഘട്ടങ്ങളിലാണ് ഓരോരോ ഓർഗൻസ് ഡെവലപ്പ് ചെയ്തു വരുന്നത്. പ്രഗ്നൻസി എന്ന് പറയുന്നത് ലാസ്റ്റ് 9 month ആണ്. ഹ്യൂമൻ പ്രഗ്നൻസി ലാസ്റ്റ് 9 month, 9 മാസമാണ് മനുഷ്യന്റെ പ്രഗ്നൻസി എന്ന് പറയുന്നത്. അതുപോലെ ആ ഓരോ പ്രഗ്നൻസിയുടെ ഓരോ കാലഘട്ടങ്ങളിലുമാണ് ഓർഗനോജെനസിസ് സംഭവിക്കുന്നത്. അതായത് ആദ്യമായിട്ട് ആഫ്റ്റർ ഇൻ ഹ്യൂമൻസ്, ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇൻ ഹ്യൂമൻസ് ആഫ്റ്റർ 1 month ഓഫ് പ്രഗ്നൻസി, 1 മാസം പ്രഗ്നൻസി ആയി കഴിയുമ്പോൾ തന്നെ എംബ്രിയോസ്, ആ എംബ്രിയോയുടെ ഹാർട്ട് ഫോം ചെയ്യും. ദ ഫസ്റ്റ് സൈൻ ഓഫ് ഗ്രോയിങ് ഫീറ്റസ് മേ ബി നോട്ടീസ്ഡ് ബൈ ലിസണിങ് ദ ഹാർട്ട് സൗണ്ട്. ആദ്യമായിട്ട് ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് അല്ലെങ്കിൽ ഒരു എംബ്രിയോ ഉണ്ടെന്നുള്ളത് നമ്മൾ ലിസൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഹാർട്ട് സൗണ്ട് കേൾക്കുമ്പോഴാണ്. ഒരു സ്റ്റെതസ്കോപ്പ് വെച്ച് നമുക്ക് ഈ ഹാർട്ട് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഇനി അടുത്തത് എപ്പോഴൊക്കെയാണ്? ബൈ ദ എൻഡ് ഓഫ് ദ 2nd month ഓഫ് ദ പ്രഗ്നൻസി. പ്രഗ്നൻസിയുടെ 2nd monthലാണ് അടുത്തത്. ദ ഫീറ്റസ് ഡെവലപ്സ് ലിംസ് ആൻഡ് ഡിജിറ്റ്, കൈകളും വിരലുകളും ഒക്കെ വരുന്നു. എപ്പോഴാണ്? ബൈ ദ എൻഡ് ഓഫ് ദ 2nd month ഓഫ് ദ പ്രഗ്നൻസി, ബൈ ദ എൻഡ് ഓഫ് ദ 12 weeks, ഫസ്റ്റ് ട്രൈമസ്റ്റർ. അതായത് ഹ്യൂമൻ ബീങ്സിൽ പ്രഗ്നൻസിയെ നമ്മൾ 3 കാലഘട്ടങ്ങളായിട്ടാണ് തിരിക്കുന്നത്. ട്രൈമസ്റ്റർ എന്ന് പറയും. ഫസ്റ്റ് ട്രൈമസ്റ്റർ, 2ാമത്തെ ട്രൈമസ്റ്റർ, 3ാമത്തെ ട്രൈമസ്റ്റർ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ട്രൈമസ്റ്റർ, അങ്ങനെ ട്രൈമസ്റ്റർ എന്നുള്ള കാലഘട്ടങ്ങളിലാണ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ആദ്യത്തെ 3 മാസങ്ങൾ, സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് 4, 5, 6 മാസങ്ങൾ, തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് 7, 8, 9 മാസങ്ങളാണ്, മന്ത്സ് ആണ്. നമ്മൾ അങ്ങനെ 3 ട്രൈമസ്റ്റർ ആയിട്ടാണ് പ്രഗ്നൻസി, ഹ്യൂമൻ ബീങ്സിൽ പ്രഗ്നൻസിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ അവസാനം അല്ലെങ്കിൽ ബൈ ദ എൻഡ് ഓഫ് ദ 12 weeks, 12 ആഴ്ചകൾക്ക് കഴിയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ മേജർ ഓർഗൻ സിസ്റ്റംസ് ആർ ഫോംഡ്. പ്രധാനപ്പെട്ട ഓർഗൻ സിസ്റ്റംസ് എല്ലാം ഫോം ചെയ്യും. എക്സാമ്പിൾ, ലിംസ് ആൻഡ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഓർഗൻസ് ആർ വെൽ ഡെവലപ്ഡ്. ലിംസും എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, മെയിൽ ആണോ ഫീമെയിൽ ആണോ, അല്ലെങ്കിൽ വജൈനൽ അല്ലെങ്കിൽ പെനിസ്, അങ്ങനെയുള്ള എക്സ്റ്റേണൽ ജെനൈറ്റാലിയ കൃത്യമായിട്ട് ഫോം ചെയ്യും. ദ ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ദ ഹെഡ് ആസ് യൂഷ്വലി ഒബ്സർവ്ഡ് ഡ്യൂറിംഗ് ദ 5th month. കുഞ്ഞിന് ആദ്യമായിട്ട് മൂവ് ചെയ്യും. കുഞ്ഞിന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ HPL ഒക്കെ കിട്ടുമ്പോൾ കുഞ്ഞിന് എനർജിയൊക്കെ കിട്ടും. അപ്പോൾ പതുക്കെ ഈ ഫീറ്റസ് അവിടെ ഇരുന്ന് ഇങ്ങനെ ചലിക്കാനും മൂവ് ചെയ്യാനൊക്കെ തുടങ്ങും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ തലയിലൊക്കെ രോമങ്ങൾ, ഹെഡിൽ ഒക്കെ രോമങ്ങൾ, മുടിയൊക്കെ വരുന്നത് ഡ്യൂറിങ് ദ 5th month, 5ാമത്തെ മാസത്തിലാണ് ഹെയറും അതുപോലെ തന്നെ മൂവ്മെന്റ് ഒക്കെ സംഭവിക്കുന്നത്. ബൈ ദ എൻഡ് ഓഫ് എബൌട്ട് 24 week, അതായത് സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ എൻഡിൽ, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ദ ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർ. ബോഡിയിലെ ചെറിയ കുഞ്ഞു ഫൈൻ ആയിട്ടുള്ള ഹെയറുകൾ, രോമങ്ങൾ ഫോം ചെയ്യും. ദ ഐലിഡ്സ് സെപ്പറേറ്റ് ആകും. പതുക്കെ കണ്ണൊക്കെ തുറക്കാൻ തുടങ്ങും. ആൻഡ് ഐ ലാഷസ് ആർ ഫോംഡ്. ഐ ലാഷസ് ഒക്കെ ഫോം ചെയ്ത് വരുന്നു. ബൈ ദ എൻഡ് ഓഫ് ദ 9 months, 9 monthsന് ശേഷം അല്ലെങ്കിൽ 9 മാസത്തോടു കൂടി പ്രഗ്നൻസി, ദ ഫീറ്റസ് ഈസ് ഫുള്ളി ഡെവലപ്ഡ് ആൻഡ് റെഡി ഫോർ ഡെലിവറി. 9 മാസം ആകുമ്പോൾ ആ ഫീറ്റസ് ഫുള്ളി ഡെവലപ്ഡ് ആവും. പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ പർച്ചുറേഷൻ നടക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറും. ഓക്കെ, ഇത്രമാണ് ഓർഗനോജെനസിസ് അല്ലെങ്കിൽ ഗസ്റ്റേഷൻ പീരിയഡിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പാർച്ചുറേഷൻ ആൻഡ് ലാക്ടേഷൻ. പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ലാക്ടേഷൻ എന്നാൽ എന്താണ്, എങ്ങനെയാണ് പാർച്ചുറേഷനും ലാക്ടേഷനും സംഭവിക്കുന്നത്? എന്താണ് പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ? പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഡെലിവറി ഓഫ് ദ ബേബി. കുഞ്ഞ് അല്ലെങ്കിൽ ബേബി അല്ലെങ്കിൽ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന, പ്രസവിക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പാർച്ചുറേഷൻ എന്ന് വിളിക്കും. ദെൻ ലാക്ടേഷൻ എന്താണ്? കുഞ്ഞ് പുറത്തു വന്നതിന് ശേഷം കുഞ്ഞിന് ഫുഡ്, അതായത് ബ്രസ്റ്റ് ഫീഡിങ് നടക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലാക്ടേഷൻ. അപ്പോൾ പ്രഗ്നൻസിയുടെ അവസാനത്തെ സ്റ്റേജുകളിൽ ഒന്നാണ് പാർച്ചുറേഷൻ ആൻഡ് ലാക്ടേഷൻ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തു ദ ആവറേജ് ഡ്യൂറേഷൻ ഓഫ് ഹ്യൂമൻ പ്രഗ്നൻസി ഈസ് അബൌട്ട് 9 months. ഹ്യൂമൻ പ്രഗ്നൻസിയുടെ ആവറേജ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 9 months ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഗസ്റ്റേഷൻ പീരീഡ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗസ്റ്റേഷൻ പീരീഡ്. ഇനി എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. എങ്ങനെയാണ് പ്രഗ്നൻസി നടക്കുന്നത്? അതായത് പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഒരു ഫീറ്റസ് ഫുള്ളി ഡെവലപ്ഡ് ആയി കഴിയുമ്പോൾ ആ ഫീറ്റസിൽ നിന്നും, ആ ഫീറ്റസ് ഒരു കുഞ്ഞ്, ഇതൊരു ഫീറ്റസ് ആണ്, ആ ഫീറ്റസ് ഇങ്ങനെ കിടന്ന് മൂവ് ചെയ്യും, ഭയങ്കരമായിട്ട്
പുറത്തേക്ക് വരാൻ, കാരണം കണ്ണൊക്കെ തുറക്കുവാണ്, അവന് കണ്ണ് തുറക്കുമ്പോൾ ഇരുട്ടാണ് കാണുന്നത്, അവനൊന്നും കാണാൻ പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരണം. അപ്പൊ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരാൻ വേണ്ടി എന്ത് ചെയ്യും, കുഞ്ഞ് കിടന്ന് ഭയങ്കരമായിട്ട് ഇളക്കം ഉണ്ടാക്കും, മൂവ് ചെയ്യും ഇങ്ങനെ കിടന്ന്. അങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്നും, അതായത് യൂട്രസിൽ നിന്നും ആ അമ്മയുടെ ബ്രെയിനിലേക്ക്, അതായത് ഹൈപ്പോ തലാമസിലേക്ക്, ബ്രെയിനിലുള്ള ഹൈപ്പോ തലാമസിലേക്ക് ഒരു സിഗ്നൽ പോകുന്നു. ആ സിഗ്നൽ പോകുമ്പോൾ ഹൈപ്പോ തലാമസിന് മനസ്സിലാവും കുഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയമായി, യൂട്രസിൽ നിന്നാണ് സിഗ്നൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഹൈപ്പോ തലാമസ് എന്ത് ചെയ്യുന്നറിയുമോ, മോർ ഓക്സിറ്റോസിനെ പ്രൊഡ്യൂസ് ചെയ്യും. കുറേ ഓക്സിറ്റോസിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഓക്സിറ്റോസിൻ നേരെ എങ്ങോട്ടേക്ക് വരുന്നറിയാമോ, യൂട്രസിന്റെ മയോമെട്രിയം എന്ന് പറയുന്ന ലെയറിലേക്ക് വരും. നമ്മൾ പഠിച്ചതാണ് മയോമെട്രിയത്തിലാണ് കോൺട്രാക്ഷൻ, വിഗറസ് കോൺട്രാക്ഷൻ നടക്കുന്നത്. സോ മയോമെട്രിയത്തിലേക്ക് ഓക്സിറ്റോസിൻ വരുന്നതനുസരിച്ച് അതിൻ്റെ വിഗറസ് കോൺട്രാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വിഗറസ് കോൺട്രാക്ഷൻ നടക്കുന്നതനുസരിച്ച് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റും വിഗറസ് കോൺട്രാക്ഷൻ നടക്കുന്നതനുസരിച്ച് ഈ കുഞ്ഞ് പതുക്കെ യൂട്രസിൽ നിന്നും താഴേക്ക് സെർവിക്സ് വഴി അല്ലെങ്കിൽ ബർത്ത് കനാൽ വഴി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഫൈനലി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല പെയിൻ ആയിരിക്കും ആ സമയത്ത്. അപ്പം അങ്ങനെ മൂവ് ചെയ്തിട്ടാണ് കുഞ്ഞ് വജൈനയിലൂടെ പുറത്തേക്ക് വരുന്നത്. അതിനെയാണ് നമ്മൾ പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഡെലിവറി എന്ന് പറയുന്നത്. സോ പാർച്ചുറേഷൻ നടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. സോ ഓക്സിറ്റോസിനെ നമ്മൾ മറ്റൊരു പേരും കൂടെ വിളിക്കുന്നുണ്ട്, ബർത്ത് ഹോർമോൺ എന്നും കൂടി വിളിക്കും. ഓക്സിറ്റോസിൻ ഈസ് ഓൾസോ കോൾഡ് ബർത്ത് ഹോർമോൺ. അപ്പോൾ ഓക്സിറ്റോസിന്റെ ഫംഗ്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്സിറ്റോസിൻ ഹൈപ്പോതലാമസിൽ നിന്നും സെക്രീറ്റ് ചെയ്യുകയും ഇവൻ യൂട്രസിലേക്ക് വരികയും യൂട്രസിന്റെ മയോമെട്രിയത്തിലേക്ക് വരുന്നത്. അപ്പോൾ മയോമെട്രിയത്തിന് വിഗറസ് ആയിട്ടുള്ള കോൺട്രാക്ഷൻ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സംഭവിക്കുന്നതനുസരിച്ച് കുഞ്ഞും സെർവിക്കൽ അല്ലെങ്കിൽ ബർത്ത് കനാലിലൂടെ പുറത്തേക്ക് വരികയും ചെയ്തു. സോ ഈ ടോട്ടൽ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്നാണ്. അതായത് കുഞ്ഞ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് യൂട്രസിൽ കിടന്ന് കാണിക്കുന്ന ഹെവി മൂവ്മെൻറ്റും, ആ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഒരു സിഗ്നൽ ഹൈപ്പോതലാമസിലേക്ക് പോവുകയും ഹൈപ്പോതലാമസിൽ നിന്ന് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുകയും യൂട്രസിലേക്ക് വരികയും അതിൻ്റെ കോൺട്രാക്ഷൻ നടക്കുകയും ചെയ്യുന്ന ആ ഹോൾ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ദിസ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് നോക്കൂ, by the end of the pregnancy causes expulsion delivery of the fetus. The process is then called the delivery of fetus, called parturition. Parturition is induced by a complex neuroendocrine mechanism. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. neuroendocrine mechanism ആണ്. ഫീറ്റസിൽ നിന്നും അല്ലെങ്കിൽ യൂട്രസിൽ നിന്നും ഒരു സിഗ്നൽ ബ്രെയിനിലേക്ക് പോവുകയും ന്യൂറൽ സിസ്റ്റത്തിലേക്ക് ചെല്ലുകയും അവിടുന്ന് ഹൈപ്പോതലാമസ് എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ ഓക്സിറ്റോസിനെ സെക്രീറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ന്യൂറോ എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ദ സിഗ്നൽസ് ഫോർ പാർച്ചുറേഷൻ ഒറിജിനേറ്റ്സ് ഫ്രം ദ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ആൻഡ് പ്ലാസൻഡ വിച്ച് ഇൻഡ്യൂസ് മൈൽഡ് യൂട്രൈൻ കോൺട്രാക്ഷൻസ് കോൾഡ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. ആ ഹോൾ പ്രോസസ്സാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ദിസ് ട്രിഗേഴ്സ് ദ റിലീസ് ഓഫ് ഓക്സിറ്റോസിൻ ഫ്രം ദ മെറ്റേണൽ പിറ്റ്യൂട്ടറി. ഓക്സിറ്റോസിൻ ആക്ട്സ് ഓൺ യൂട്രിൻ മസിൽ ആൻഡ് കോസസ് സ്ട്രോങ്ങർ യൂട്രിൻ കോൺട്രാക്ഷൻസ് which in turn stimulates the further secretion of oxytocin. Okay, the stimulatory reflex between uterine contraction and oxytocin secretion continues, resulting in the stronger and stronger contraction. This leads to expulsion of the baby out of the uterus through birth canal called parturition. Okay, നമ്മൾ ഡിസ്കസ് ചെയ്ത എൻസിആർടിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സൂൺ ആഫ്റ്റർ ദ ഇൻഫാന്റ് ഈസ് ഡെലിവേർഡ് ദ പ്ലാസൻഡ ഈസ് ഓൾസോ എക്സ്പെൽഡ് ഔട്ട് ഓഫ് ദ യൂട്രസ്. ഡെലിവറിക്ക് ശേഷം കുഞ്ഞ് പുറത്തേക്ക് വന്നതിന് ശേഷം പ്ലാസൻഡ ഓൾസോ എക്സ്പെൽഡ് ഔട്ട് ഓഫ് ദ യൂട്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ഇനി അടുത്ത പ്രോസസ്സാണ് ലാക്ടേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ലാക്ടേഷൻ ആണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മാമറി ഗ്ലാൻഡിൽ നിന്നും കുഞ്ഞിന് ഫീഡിങ് നടക്കുന്നു. അതായത് മാമറി ഗ്ലാൻഡിൽ നിന്നും ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് കൊടുക്കുന്ന ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലാക്ടേഷൻ. The mammary glands of female undergoes differentiation during pregnancy and starts producing milk towards the end of pregnancy by the process called lactation. This helps the mother in feeding newborn. The milk produced during the initial few days of lactation is called colostrum. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക,
കുഞ്ഞ് ജനിച്ചതിന് ശേഷം ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലേക്കുള്ള ആ ഒരു മിൽക്കിന് വിളിക്കുന്ന പേര് കൊളസ്ട്രോം എന്നാണ് വിളിക്കുന്നത്. കൊളോസ്ട്രോം എന്നാണ് വിളിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യത്തെ ഒരു 4, 5, 6 ദിവസത്തേക്കുള്ള ഫീഡിങ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അതിനെ നമ്മൾ കൊളസ്ട്രോം എന്ന് വിളിക്കുന്നു. ബിക്കോസ് അതിൻ്റെ അകത്ത് IgA എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞിൻ്റെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രതിരോധ ശേഷിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള IgA എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി ഈ കൊളസ്ട്രോം എന്നുള്ള ബ്രസ്റ്റ് മിൽക്കിൽ, ആദ്യത്തെ ബ്രസ്റ്റ് മിൽക്കിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് കണ്ടെയ്ൻസ് സെവറൽ ആൻറ്റിബോഡീസ്. ദാറ്റ് കൊളസ്ട്രോം കണ്ടെയ്ൻസ് സെവറൽ ആൻറ്റിബോഡീസ് absolutely essential to develop the resistance for the newborn babies. Breastfeeding during the initial period of infant growth is recommended by doctors for bringing up a healthy baby. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ വളരെ അത്യാവശ്യമായിട്ട്, വളരെ നിർബന്ധമായിട്ട് ആദ്യത്തെ ദിവസങ്ങളിലുള്ള ബ്രസ്റ്റ് ഫീഡിങ് അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ്. സോ ഇത്രയുമാണ് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പറഞ്ഞു, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഗ്യാമറ്റോജെനസിസ് പറഞ്ഞു, അതുപോലെ തന്നെ ഇൻസെമിനേഷൻ എന്താണെന്ന് പറഞ്ഞു, റീപ്രൊഡക്റ്റീവ് ഇവന്റുകൾ, ഗ്യാമറ്റോജെനസിസ്, ഇൻസെമിനേഷൻ, ദെൻ ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, ദെൻ പ്രഗ്നൻസി ആൻഡ് ഡെവലപ്മെന്റ്, പാർച്ചുറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് +2ൻ്റെ എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ടെക്സ്റ്റിലൊക്കെ വായിച്ച് ആദ്യം നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, ക്ലാസ്സിലുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക, അതിനുശേഷം ടെക്സ്റ്റ് വായിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു സക്സസ്